ഹലോ എവരി വൺ, നമസ്കാരം. വെൽക്കം ടു ഫുഡ് വൈബ്സ്. ഞാൻ ദീപ സന്ദീപ്. ഈ വീഡിയോയിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബാച്ചിലർ മട്ടൺ മസാലയാണ്. അപ്പോൾ ഇന്ന് കിച്ചണിൽ ഞാനല്ല, ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ നമുക്ക് ബാക്കി അവരുടെ ഇന്ന് അറിയാം. അപ്പൊ കൃഷ്ണ, നമ്മള് പണ്ട് ഒറ്റയ്ക്കുള്ളപ്പോ ഒക്കെ നിങ്ങളൊരു മട്ടൺ മസാല ഉണ്ടാക്കിയായിരുന്നു. കാരണം നമ്മള് ബാച്ചിലർ അല്ലെങ്കിലും നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഫാമിലി ഒക്കെ നാട്ടിലാവുമ്പോ നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന ഒരു മട്ടൺ മസാല ഉണ്ട് അല്ലേ? അതാണ് ഞങ്ങള് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബാച്ചിലർ മട്ടൺ മസാലയ്ക്ക് അതില് ഗരം മസാലയുടെ ഐറ്റംസ് ആണ്. സോ ഇതിലുള്ളത് കുറച്ച് പെരുംജീരകം ഉണ്ട് 2 ടീസ്പൂൺ, പിന്നെ ജീരകം 2 ടീസ്പൂൺ ഉണ്ട്, 2 ടീസ്പൂൺ അതേമാതിരി കുരുമുളക്, പിന്നെ ജാതിപത്തിരി, സ്റ്റാർ നൈസ് ഉണ്ട്, ചെറിയ 2 പീസേ ഉള്ളൂ, പിന്നെ സിന്നമോൻ്റെ അതേമാതിരി ചെറിയൊരു പീസ്, ഒരു 5-6 ഏലക്കായ, പിന്നെ ഉള്ളത് ബേ ലീവ്സ് ഉണ്ട്, കുറച്ച് ഒരു 5 പീസ് റെഡ് ചില്ലി, വറ്റൽമുളക്, പിന്നെ ഉള്ളത് കരാമ്പൂ കുറച്ച് ഒരു 5-8 പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ആദ്യം ചൂടാക്കിയിട്ട് നന്നായി ചൂടാക്കി ഇതിനെ തിളപ്പിച്ചിട്ട് വേണം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ലാസ്റ്റിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെ പ്രോസസ്സ് വേണ്ടത്. പക്ഷേ എത്ര നേരം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് നോക്കണം, തീ നോക്കണം, അല്ലാണ്ട് വല്ലാതെ കരിഞ്ഞു പോയാലും അത് നന്നായിരിക്കില്ല. അതുകൊണ്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ചെയ്തു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതിനകത്ത് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ കൂട്ടത്തിലുള്ള ബേ ലീവ്സ് തന്നെയല്ലേ? അതെ. ഞാനത് അതിനെ പൊടിക്കാൻ പോയില്ല. എന്താണെന്ന് വെച്ചാൽ അത് എണ്ണയിൽ കുറച്ച് ഫ്ലേവർ കിട്ടണം. എന്താ വെച്ചാൽ എണ്ണ ചൂടാവുമ്പോൾ അതിൽ കുറച്ചൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ ചൂടാക്കി. അതെ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഏലക്കായും കരാമ്പൂയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ചൂടായി എന്ന് പറയുന്നത് നമ്മളെ ഏലക്കായ എങ്ങനെ? അതെ, ഒന്ന് പൊട്ടി വരുമ്പോൾ തീ നോക്കുക, തീ കുറച്ച് വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഇടുന്നതാണ് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതിനകത്ത് ഏകദേശം 2 കുടം വെളുത്തുള്ളി ഉണ്ട്, 2 വലിയ ജിഞ്ചർ ഉണ്ട്, ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഉള്ളത് 4 വലിയ പച്ചമുളകും. ഇതും എല്ലാം കൂടിയും വെച്ച് പേസ്റ്റ് ആക്കിയിരിക്കുന്നതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് മൂക്കണം. അതൊന്ന് മൂത്ത് കിട്ടണം. എനിക്കൊക്കെ ശരിക്കും നമ്മൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അടി പിടിച്ചാല് അല്ലേ വെളുത്തുള്ളി പെട്ടെന്ന്. അതെ, ചെറുതായി മൂത്ത് വരുന്നതിന് ശേഷം നമ്മൾ അതിലത്തെ ഉള്ളിയെല്ലാം ഇട്ട് വതക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുവിധം മൂത്ത് ഒരു കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മുറിച്ച് വെച്ച വലിയ 4 ഉള്ളിയാണ് ഇടുന്നത്. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. അതിൽ നമുക്കപ്പോ എങ്ങനെ പൊടികള് ഉള്ളി മൂത്തും തോന്നുന്നു അല്ലേ? ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണ ഒക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി,
എത്ര ഇടണം മാഷേ? ഒരു സ്പൂണ്, ഒരു ടീസ്പൂൺ ഫുള്ള്. ആ ഓ ഇത് മതിയാവല്ലോ അല്ലേ? ഓ അത് മതിയാവും. മല്ലിപ്പൊടി എത്ര ഇടണ്ടേ? 2 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. ഓക്കെ. അടുത്തത് നമ്മുടെ അടുത്ത് കശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട്, പിന്നെ ഓരോരുത്തരുടെ സ്വാദിനനുസരിച്ച് എരിവ് എത്ര വേണമെന്നതിനനുസരിച്ച് ഇടാം. ഇപ്പം നമുക്ക് 3 ടേബിൾ സ്പൂൺ ഇടാം. ഇതെല്ലാം ഒന്ന് നന്നായി ഗരം മസാല ചേർക്കുമോ? നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇടാം. കാരണം നമ്മുടെ മറ്റേ നമ്മൾ അത് ലാസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്ന നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇടുന്നതാണ് ലാസ്റ്റില്. ഓ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി മൂക്കട്ടെ. മസാലയെല്ലാം മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 2 വലിയ തക്കാളി മുറിച്ച് വെച്ചേക്കുന്നത് അതിനകത്ത് ഇട്ടേക്കാം നമുക്ക്. നമ്മൾ ഉപ്പ് എങ്ങനെയാ ഇപ്പോഴാണ് ഇടേണ്ടത്? അതോ നമുക്ക് ഇപ്പൊ അതിനകത്തേക്ക് ഉപ്പ് ഇടാം. നമ്മൾ ആദ്യം ഉള്ളി മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഒരു ചെറിയ ടീസ്പൂൺ നമ്മൾ ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഉള്ളി വതങ്ങി വരാൻ വേണ്ടി പെട്ടെന്ന് നന്നായി വതങ്ങാൻ വേണ്ടി ഇട്ടതായിരുന്നു അത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പിട്ട് കൊടുത്തേക്കാം അതിനകത്ത്. എത്ര ഇടണം? ഒരു 2 സ്പൂൺ ഇട്ടു. പിന്നെ നോക്കിയിട്ടിടാം അല്ലേ? ഇനിയിപ്പോ ഇത് ശരിക്കും തക്കാളിയൊക്കെ ശരിക്കും ഇങ്ങനെ ഉടഞ്ഞൊരു പേസ്റ്റ് മാതിരി ആവണം അല്ലേ? അതെ. അതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ഒന്ന് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇതിൽ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. മസാല നല്ല മണമെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ ഇടാം. ഇത് ഏകദേശം ഒരു 1,800 ഉണ്ട് മട്ടൺ. ഇതിനകത്തേക്ക് ഇട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തേക്കാം. പക്ഷെ ഇത് നമ്മള് ആദ്യം പൊടിച്ച മസാലപ്പൊടിയല്ലേ? അതെ, നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച മസാലപ്പൊടിയാണ്. അതിനകത്ത് നിന്ന് നമ്മുടെ 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് ഇതിനോടൊപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ നമുക്ക് അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ച് ഒരു ഏകദേശം 2 വിസിൽ വന്നാൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് സ്റ്റവ് ഒന്ന് സ്റ്റീം ഒതുങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇപ്പൊ ഇടാം അല്ലേ? അത് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സംഗതി ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇടാന്നേ ഉള്ളൂ. പക്ഷെ ഓരോരുത്തരുടെ താല്പര്യം, നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 2 വിസിൽ വരുന്നവരേക്കും സ്റ്റൗവിലിരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം ഒതുങ്ങുന്നവരേക്കും വെച്ചേക്കാം. ആവി പോയിട്ട് പിന്നെ തുറന്നു നോക്കാം എങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കുറയ്ക്കുക കൂട്ടുക എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് എങ്ങനെ വേണോ അതിനനുസരിച്ച് ചെയ്യാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ. ആക്ച്വലി പറഞ്ഞാൽ നമ്മള് അപ്പൊ കൃഷ്ണ സ്റ്റൈലില് നമ്മൾ കണക്കൊന്നും ഉണ്ടാവൂല. അതെ, ഉണ്ടാവില്ല. എന്നാലും ഒരു സ്വാദൊക്കെ വരുന്ന സംഗതിയാണ്. ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന കണക്ക് ഇത് ഹെൽത്തി ആണ് നോൺ ഹെൽത്തി ആണെന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എണ്ണയൊക്കെ കൂടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സംഗതി അടിപൊളിയാക്കും, അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇന്ന്
ഒരു മട്ടൺ നമ്മൾ ഉണ്ടാക്കിയിരുന്ന മട്ടൺ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ തൽക്കാലം സ്റ്റീം അത് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണം നമ്മൾ. ഇതും ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടിയാണ്. നല്ല കോമ്പിനേഷനാണ്. അതെ. അപ്പൊ നമ്മൾ ആദ്യം ഇതൊന്ന് പാത്രം വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെയ്ച്ചോറിലേക്ക് നെയ്യിട്ടു. നെയ്യ് ഒന്ന് ഉരുകി വരണം. അതിന്റെ കണക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് നെയ്യിൽ ആദ്യം കുറച്ച് ഉള്ളി വാട്ടാനുണ്ട്, പിന്നെ കുറച്ച് സ്പൈസസ് ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി ഇട്ടിട്ട് അരി ഒന്ന് ശരിക്ക് മിക്സ് ചെയ്യണം. കുറച്ച് അണ്ടിപ്പരിപ്പ് വറുക്കാനുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ എല്ലാം വെവ്വേറെ ചെയ്യണം. പക്ഷെ നമ്മൾ അറിയാമല്ലോ, നമുക്ക് ആകെ ഒരു ഫ്രൈഡേ കിട്ടുന്നതായിരുന്നു. ആ ഫ്രൈഡേയിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക, എന്നിട്ട് അടുത്ത പരിപാടി നമ്മൾ വല്ല പുറത്തേക്ക് പോകാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്തില്ല ഞാൻ. പക്ഷെ ഏകദേശം അതേ രീതികളൊക്കെ തന്നെ വരും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് അങ്ങനെ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബേ ലീവ്സ്, ലേശം പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ഏലക്കായ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കും. കുറച്ച് സവാള ഇടുകയാണ്. ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് ശരിക്കൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി ഒന്ന് അങ്ങോട്ട് ശരിക്കും ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അത് കൂടുതൽ അത് ആദ്യം ഉള്ളി വറുത്ത് മാറ്റുക, അതൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പോൾ എല്ലാം പക്ഷേ ഇത് നമ്മളെല്ലാം ഒറ്റ ലെവലിൽ അങ്ങോട്ട് തീർക്കുക. അപ്പോൾ പക്ഷേ ഉള്ളി ഉണ്ടോ? ഉള്ളി നല്ല ബ്രൗൺ കളറായി. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന എത്ര ഗ്ലാസ് അരി? 4 ഗ്ലാസ് അരിയാണ്. ജീരകശാലയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളത് കഴുകി നേരം കുതിർത്ത് വെച്ചിരുന്നു. കുതിർത്ത് ഇവിടെ ഞാനൊരു 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചു കഴുകിട്ടേ. എന്നിട്ട് ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് ശരിക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചില്ലേ, ആ ഒഴിച്ച നെയ്യിലൊന്ന് ശരിക്കൊന്ന് മൂപ്പിക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ റൈസ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ. ഇത് എങ്ങനെ ഇതിന്റെ ഈ അരിയുടെ കളർ ഇങ്ങനെ മാറി വരണമെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇളക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറും. പിന്നെ ഇളക്കുമ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഒരു സൈഡിൽ ഇങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ നിൽക്കണം പോലെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാവും. വല്ലാതെ ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. ഓവറായി ഫ്രൈ ചെയ്തുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോഴല്ലോ അത് വല്ലാത്തൊരു നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല റൈസ് കഴിക്കുമ്പോൾ. അധികം ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് 2 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും. കാരണം ആ നെയ്യ് ഒന്ന് എല്ലായിടത്തും എല്ലാ പറ്റിലേക്കുമായി ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാന്ന് കേട്ടിട്ടില്ലേ, അത്രയും പറഞ്ഞു. വല്ലാതെ നമ്മൾ എണ്ണയിൽ നെയ്യിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ റൈസ് റെഡിയായി കഴിഞ്ഞാലും റൈസിനൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നിറമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഓക്കെ,
അതനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് ഗ്ലാസ്സിന് അരി എടുത്തോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അതെ. ഒന്ന് ഇടയ്ക്ക് അല്ലേ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു ഉള്ളി മുക്കാനായിട്ട്. അത് പക്ഷെ ഉപ്പിടുക. ഇത് തിളച്ച് വറ്റിയല്ലേ? അതാണ് നമ്മൾ ആ പ്രപ്പോർഷൻ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒന്ന് തിളച്ച് വറ്റണം. ഓക്കെ, അത് അടച്ചു വെക്കാന്നോ? നമ്മൾ അടച്ചു വെക്കണം, എന്നിട്ട് വേവിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി വറ്റാണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റാണ്ട്. അത് വറ്റിക്കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയായി. അരി വെന്തോന്നും കൂടി നോക്കാം നമുക്ക്. അരി വെന്തോണ്ട് 2 മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയാവും. ഓഫ് ചെയ്തു. ഇനി ഒന്ന് ശരിക്കും ഇങ്ങനെ നമ്മൾ ഇതൊന്ന് വീശി വെച്ചാൽ മതി. ആ ചൂടത്ത് തന്നെ ഇരുന്നിട്ട് ഇതങ്ങോട്ട് ഒന്നുകൂടി ഒന്ന് വേവും. അപ്പോൾ നമുക്ക് കുറച്ച് 2 മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് വീശി വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തോളും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓക്കെ, ആവി പോയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റീം മുഴുവനും പോയിരിക്കുന്നു. നമുക്ക് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സസ്പെൻസ് പൊളിക്കുന്നതാണ്. മട്ടന്റെ ആ ഒരു കളറും അതിന്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ വരട്ടിയെടുക്കാം. ഗ്രേവി നിങ്ങൾക്ക് ചോറിനൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിനൊപ്പം എങ്ങനെ വേണോ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പെർഫെക്റ്റ് തിക്നെസ് ഉണ്ടല്ലോ. അതെ, പക്ഷെ ഇതൊന്ന് നോക്കൂ, അതിന്റെ വേവൊക്കെ മതിയോന്ന് നോക്കുമെന്ന്. വേവ് മതിയായിരിക്കണം. നമ്മൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഗ്രേവിയിൽ അതിന് ആവശ്യമുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കൂ. ചൂട് വന്നിട്ടുണ്ട്. ഓക്കെ, എരിവ് ഓക്കെയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ഇപ്പൊ അല്ല ഒരു 5 മിനിറ്റ് നമുക്ക് തുറന്നിട്ട് തിളപ്പിക്കാം. അതെ, അപ്പൊ അതിന്റെ അപ്പൊ ഇത് ആ വേവണേന്റെ ആ സ്മെല്ല് കുറേശ്ശെ ഉണ്ട്, ഗുമ്മ കിട്ടും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് വെന്തിട്ട് ഒന്നുകൂടി തിളപ്പിക്കാം ഓപ്പൺ ചെയ്തിട്ട്. പക്ഷെ സംഗതി കിടുക്കി കണ്ടോ, ഗ്രേവിയൊക്കെ നോക്കിക്കാം, പെർഫെക്റ്റ് തിക്നെസ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വന്നതിന് ലേശം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ മസാല ഒന്ന് നല്ല രീതിയിൽ ഇറച്ചിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നല്ല ഒരു സ്വാദ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ തീയിൽ ഇരുന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് അത് മതിയാവും. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാല് ആ മസാല ഒന്ന് ഇറച്ചിയിലോടിക്കും ഒന്നുകൂടി നന്നായിട്ടൊന്ന് പിടിക്കും. ഇപ്പൊ ഇറച്ചിയിലുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്, നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുക്കറിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയത്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ആയിക്കിട്ടുമായിരുന്നു. അതൊന്ന് നന്നായി വറ്റിയിട്ടുണ്ട്. നല്ല ഞാൻ നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പൊ മാഷെ, നിങ്ങള് ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയും. നമുക്ക് ഈ മട്ടൻ മസാല
കഴിച്ച എൻ്റെ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ ഈ കുറച്ച് മട്ടൺ ഇതിലേക്ക് ഇട്ടേ, അതെ തീർച്ചയായിട്ടും, അതല്ലേ നല്ലത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ cheers. കൊള്ളാം. കൊള്ളാം. ബാച്ചുലർ മട്ടൺ മസാല ഫ്രൈഡേ സ്പെഷ്യൽ. ഇപ്പോഴും ബാച്ചലർ ആണെന്ന് വിശ്വാസം അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഗീ റൈസ് വെച്ചിട്ട് കഴിച്ചു നോക്കാം. കൊഴുത്തിലോ അടിപൊളി അല്ലേ? സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൺ ഒരു രക്ഷയില്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഗീ റൈസ് ഓക്കെ, ഒരു തട്ടിക്കൂട്ട് ഗീ റൈസ് ആണ് ഞങ്ങൾ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി സന്തോഷമായിട്ട് കഴിക്കുക. എൻജോയ് യുവർ ഫ്രൈഡേ. അപ്പോൾ എല്ലാവരും ഇത് ചാനൽ കാണുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.